Hi friends, welcome to CodeEureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HTML എങ്ങനെയാണ് ടേബിൾസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ ഒരു നോട്ട്പാഡ് ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് HTML ചെയ്യുന്നത്, അതുപോലെ തന്നെ HTML ലിസ്റ്റ് എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നോട്ട്പാഡിലായിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന എഡിറ്റർ എന്ന് പറയുന്നത് VS Code ആണ്. നോട്ട്പാഡിനേക്കാളും കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എഡിറ്റർ ആണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ടേബിൾസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ന്യൂ ഫയൽ കൊടുക്കുക. അപ്പൊ എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം. അപ്പൊ ഞാൻ കൊടുക്കുകയാണ്, ഞാൻ ടേബിൾസ് ചെയ്യുന്നു, ടേബിൾസ്. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ HTML ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ എക്സ്റ്റൻഷൻ .html എന്ന് സേവ് ചെയ്യണം. ഇല്ലെങ്കിൽ അതൊരു നോർമൽ ടെക്സ്റ്റ് ഫയൽ വല്ലതായിട്ട് ക്രിയേറ്റ് ചെയ്തു. മനസ്സിലായല്ലോ? tables.html എന്ന് കൊടുത്തു. ഇനി എവിടെയാണ് ഇത് സേവ് ചെയ്യേണ്ടതെന്ന് കൊടുക്കുക. ഞാനിപ്പോ എന്റെ മൈ പ്രോജക്ട്സിനകത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ലൊക്കേഷൻ വേണേലും മാറ്റി കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് ഫയൽ കൊടുക്കും. ഇപ്പൊ എന്റെ tables.html എന്ന് പറഞ്ഞ ക്രിയേറ്റ് ആയി. .html എക്സ്റ്റൻഷൻ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മളൊരു HTMLന്റെ കോഡ് എഴുതുമ്പോൾ ആദ്യമായിട്ട് HTML ടാഗ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. നമ്മുടെ എന്ത് ടാഗ് ഉണ്ടെങ്കിലും അത് HTML ടാഗിനകത്താണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ഫസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് HTML. അപ്പൊ നമ്മള് HTML കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ അതിന്റെ ക്ലോസിംഗ് ടാഗ് ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ നോട്ട് പാഡിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ ക്ലോസിംഗ് ടാഗ് വരില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ എഡിറ്റേഴ്സ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. HTML ടാഗ് കൊടുത്തു. ഇനി ഇപ്പൊ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ വിസിബിൾ പോർഷൻ, അതായത് ആ വൈറ്റ് കളറിലെ പോർഷൻ, നമ്മൾ കാണുന്ന പോർഷനിൽ എന്ത് വരണം എന്നുണ്ടെങ്കിലും അത് നമ്മൾ ബോഡി ടാഗിനകത്ത് കൊടുക്കണം. ബോഡി ടാഗിനകത്ത് കൊടുത്താലേ വരത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ അതിന് ബോഡി എന്ന് പറഞ്ഞ ടാഗ് കൊടുക്കുകയാണ്. അതിന്റെ ക്ലോസിംഗ് ടാഗ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഇനി എന്താണ്, നമ്മളൊരു ടേബിൾ അല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടേബിൾ ടാഗ്. ഈ ടേബിളിനകത്ത് തന്നെ പല ടാഗ് ഉണ്ട്. ടേബിളിന്റെ ഹെഡിങ് കൊടുക്കാനാണെങ്കിൽ TH എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്, ടേബിൾ ഹെഡർ. ഓക്കെ. അതുപോലെ തന്നെ TR ഉണ്ട്, അതായത് റോയെ റെപ്രസെന്റ് ചെയ്യാൻ. ആ റോയ്ക്കകത്തെ ഓരോ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ TD എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്, അതായത് ടേബിൾ ഡേറ്റ അല്ലെങ്കിൽ ടേബിൾ ഡെഫിനിഷൻ എന്നൊക്കെ പറയാം. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ടേബിളിനകത്ത് ആദ്യം എന്താണ് ഹെഡിങ് കൊടുക്കുകയാണ്. ഇപ്പൊ എന്റെ ടേബിളിനകത്താണെങ്കിൽ 3 കോളം ഉണ്ട്. നെയിം, ഏജ്, കൺട്രി. ഞാൻ 3 ഹെഡിങ് കൊടുക്കുകയാണ്. അപ്പൊ ഹെഡിങ് ആയതുകൊണ്ട് എനിക്ക് TH എന്ന് കൊടുക്കാം. ഓക്കെ. TH കൊടുത്തു. അതിനകത്ത് കൊടുക്കുകയാണ് നെയിം. ഓക്കെ. ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. നെയിം കൊടുത്തു, ഏജ് കൊടുത്തു, കൺട്രി കൊടുത്തു. ഓക്കെ. ഇനിയിപ്പോ ഇത് ജസ്റ്റ് എങ്ങനെ വരുന്ന റൺ ചെയ്ത് കാണിക്കാം. അപ്പൊ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റണ്ണിന്റെ അവിടെ കൊടുക്കുമ്പോൾ റൺ വിത്തൗട്ട് ഡീബഗിങ് ഇത് കൊടുത്താൽ മതി. ഇപ്പൊ ഡീബഗ് ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ കൊടുക്കുമ്പോ നെയിം, ഏജ്, കൺട്രി പറഞ്ഞ ബ്രൗസർ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യമായിട്ടാണ് റൺ ചെയ്യണമെങ്കിൽ ഏത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യണം എന്നൊരു ഓപ്ഷൻ ചോദിക്കും. അപ്പൊ ഏത് ബ്രൗസർ എഡിച്ചാണെങ്കിൽ എഡിച്ച്, ക്രോം ആണെങ്കിൽ ക്രോം, അങ്ങനെ കൊടുത്താൽ മതി. ഇതിപ്പോ ഞാൻ ടേബിൾ ആയിട്ടാണ് കൊടുത്തത്. പക്ഷെ ഇത് 3 ഇങ്ങനെ ഹെഡിങ് ആണ്. ഒരു ടേബിൾ ഇവിടെ കാണാനില്ല. ശരിയല്ലേ? ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ ഇവിടെ ഉണ്ട്, അത് ഇൻവിസിബിൾ ആണ്. നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ ആ ടേബിളിന് നമ്മൾ ബോർഡർ പറഞ്ഞു കൊടുക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ ഇത് ക്ലോസ് ചെയ്യണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ HTML എന്ത് ചേഞ്ച് വരുത്തി കഴിഞ്ഞിട്ടും ആദ്യം റൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയിട്ടും അത് സേവ് ചെയ്തിട്ട് ഇവിടെ റീഫ്രഷ് കൊടുത്താൽ മതി. ആ ചേഞ്ചസ് ഇവിടെ വന്നു. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ടേബിളിനകത്ത് ഇനി ഓരോ റോയിലും ഡേറ്റ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ റോയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടാഗാണ് TR. അപ്പൊ ആദ്യത്തെ റോയില് നമ്മൾ നെയിം കൊടുക്കണം, ഏജ് കൊടുക്കണം, കൺട്രി കൊടുക്കണം അല്ലെ. അതുപോലെ അടുത്ത റോയില് അങ്ങനെ കൊടുക്കണം. അപ്പൊ ഓരോ റോ ബൈ റോ ആയിട്ട് വേണം എഴുതാൻ. അപ്പൊ ആദ്യത്തെ റോയിലെ ആദ്യത്തെ കോളം, അതായത് ആദ്യത്തെ സെല്ലില് നെയിം എന്താണ്, ഞാൻ കൊടുത്തു സാം. സാം എന്ന് കൊടുത്തു. അപ്പൊ 3 എണ്ണം ഉണ്ടല്ലോ. നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, കൺട്രി ഉണ്ട്. ശരിയല്ലേ? ഇവിടെ നമുക്ക് ഏജ് കൊടുക്കാൻ 21, കൺട്രി കൊടുത്തു കാനഡ കൊടുത്തു. ഇപ്പൊ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഇനി ഇതുപോലെ തന്നെ സെക്കൻഡ് റോയില് ഓരോ ഡേറ്റ ഇതുപോലെ കൊടുക്കണം. ശരിയല്ലേ? ഇവിടെ ഇങ്ങനെ കൊടുക്കുകയാണ്, സീത 28, ഇന്ത്യ. ഇവിടെ റാം 41, ശ്രീലങ്ക കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ സേവ് ചെയ്തിട്ട് ഇവിടെ പോയിട്ടൊന്ന് റീഫ്രഷ് കൊടുത്താൽ മതി. അപ്പൊ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ബോർഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതൊരു ടേബിൾ ഫോർമാറ്റിൽ വരാത്തത്.
ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടേബിൾ ടാഗില്ലേ ഇവിടെ വന്നിട്ട് ബോർഡർ എത്രയാണെന്ന് കൊടുക്കുക. അപ്പൊ ഞാൻ 1px കൊടുക്കും. അപ്പൊ ഏകദേശം ഒരു 1px വിഡ്ത്തില് അതിന്റെ ബോർഡർ സെറ്റ് ആയിട്ട് വരും. അതായത് റീലോഡ് ചെയ്യുമ്പോൾ വന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ പോയിട്ടൊരു 2px ആ കൊടുക്കുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു വലിയ ബോർഡർ വരും. 2px കൊടുത്തു കഴിഞ്ഞാല് റീലോഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഔട്ടർ ബോർഡറിന് കുറച്ചുകൂടെ ഒരു തിക്നെസ് വന്നു. ഓക്കെ, അപ്പൊ എനിക്കിപ്പോ 1px മതി. ഇനിയിപ്പോ ഈ ടേബിളിന് എന്തെങ്കിലും ഈ ടേബിളിന്റെ പുറത്ത് എനിക്ക് എന്തെങ്കിലും ഒരു ഹെഡറോ അല്ലെങ്കിൽ ഹെഡിങ് പോലെ കൊടുക്കണം. അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് H ടാഗ്സ് ഉണ്ട്, H1 തൊട്ട് H7 വരെ. H1 എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സൈസിൽ പ്രിന്റ് ചെയ്യും, H2 കുറച്ചുകൂടെ ചെറിയ സൈസ്, H7 ആകുമ്പോൾ ഏറ്റവും ചെറിയ സൈസ്. അപ്പൊ നമുക്ക് ഈ ടേബിളിന്റെ ബോഡി ടാഗിന്റെ അകത്ത് തന്നെ, അതായത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ വിസിബിൾ പോർഷൻ, അതായത് നമ്മുടെ ഈ ബ്രൗസറിൽ കാണുന്ന ഈ വൈറ്റ് പോർഷൻ ഇല്ലേ, ഇവിടെ എന്ത് പ്രിന്റ് ആവണമെങ്കിലും നമ്മൾ ബോഡി ടാഗിനകത്ത് കൊടുക്കണം. അപ്പൊ ഈ ടേബിളിന്റെ മുകളിലല്ലേ എനിക്ക് പ്രിന്റ് ആവേണ്ടത്. അപ്പൊ ബോഡി ടാഗിന്റെ അകത്ത് തന്നെ പക്ഷെ ടേബിളിന്റെ പുറത്തായിട്ട് H എന്ന് കൊടുക്കുക. അപ്പൊ അതാ എല്ലാ സൈസും വരുന്നുണ്ടോ. ഞാൻ H1 കൊടുക്കുകയാണ്. അപ്പൊ ഏറ്റവും വലിയ സൈസിൽ വരും. H1 കൊടുത്തു. അപ്പൊ ഞാൻ കൊടുക്കുകയാണ് ടേബിൾസ് വിത്ത് യൂസേഴ്സ് ഡേറ്റ. ഇങ്ങനെ കൊടുക്കുകയാണ്. ഇത് റീലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നു. H1 എന്ന് പറയുന്നത് ഏറ്റവും വലുതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. H2 എന്ന് പറയുമ്പോൾ അതിലും ചെറുത്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ H7 ഇല്ല, H6 വരെയുള്ളൂ. ഞാൻ അമർത്തി പറഞ്ഞതാണ്. ഇവിടെ തന്നെ ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇതെന്തിനാ ജസ്റ്റ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ H1 H2 അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ H1 ഏറ്റവും വലുത്, H2 അതിന്റെ ചെറുത്, H3 അതിലും ചെറുത്, H6 വരുമ്പോ ഏറ്റവും ചെറുതായിരിക്കും. ഇതാകണ്ടോ, ഏറ്റവും ചെറുത് ഇങ്ങനെയായിരിക്കും വരിക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ H1 തൊട്ട് H6 വരെ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. അപ്പൊ ഇത് ഓരോ ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാവും. നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ടെക്സ്റ്റിന്റെ സൈസിന്റെ ഡിഫറൻസ്. ഓക്കെ, ഇത്രയും കൊടുത്തു. ഇനിയിപ്പോ ഈ ടേബിൾ എന്ന് പറയുന്നത് ഇപ്പൊ ചെറുതായിട്ട് ഈ ഒരു സൈഡിലാണ് വന്ന് കിടക്കുന്നത്. എനിക്ക് ഈ ടേബിള് ഈ പേജ് ഫുൾ സൈസ് ആയിട്ട് വേണം. അതായത് ഇതിന്റെ വിഡ്ത്ത് കൂട്ടണം. അതിനെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേബിളിന്റെ വിഡ്ത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വേണേൽ പാരാമീറ്റർ ഇവിടെ തന്നെ പറഞ്ഞു കൊടുക്കാം. എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ട് അത് ഇവിടെ തന്നെ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്ന ഒരു നല്ല രീതിയല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് CSS യൂസ് ചെയ്യാം. CSS എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. അതായത് നമുക്ക് ഇപ്പൊ നമ്മുടെ H1 ടാഗിന് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ടാഗിന് അല്ലെങ്കിൽ ഒരു ടേബിളിന്, ഹെഡറിന്, ഡേറ്റയ്ക്ക് ഇതിനൊക്കെ എന്തെങ്കിലും പ്രോപ്പർട്ടി കോമൺ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ടാഗിനകത്ത് കൊണ്ടുവന്ന് കൊടുക്കാതെ നമുക്കൊരു സ്റ്റൈൽ ടാഗ് ഉണ്ട്, അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന എല്ലാം കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അതാണ് ഇങ്ങനെ കൊടുക്കുന്നതിനേക്കാളും ഭംഗി. അല്ലാതെ ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാകെ വൃത്തികേടാവും. ഈ സ്റ്റൈൽ ടാഗ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഹെഡ് ടാഗിനകത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ബോഡി ടാഗ് പോലെ തന്നെ നമുക്ക് വേറൊരു ടാഗ് ഉണ്ട് HTML-ന്റെ അകത്ത്, അതാണ് ഹെഡ് ടാഗ് കൊടുക്കുക. ഈ ഹെഡ് ടാഗിനകത്ത് തന്നെ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട്, സ്റ്റൈൽ. ഈ സ്റ്റൈൽ ടാഗിനകത്താണ് നമ്മുടെ ഈ സ്റ്റൈലിംഗ് റിലേറ്റഡ് പ്രോപ്പർട്ടീസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇവിടെ ഈ ബോർഡർ മാറ്റുകയാണ്. എന്നിട്ട് സ്റ്റൈലിന്റെ അകത്ത് വന്നിട്ട് ഞാൻ പറയാണ് അപ്പൊ ഏത് ടാഗിനാണെന്നുള്ളത് ഇവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഞാൻ ടേബിൾ അല്ലേ, എന്റെ ടേബിൾ ടാഗ് എന്ന് എഴുതിയിട്ട് ഈ കേളി ബ്രാക്കറ്റ് കൊടുക്കുക. എന്നിട്ട് ബോർഡർ, നമ്മൾ ബോർഡറിന് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വന്നോളും. ബോർഡർ എത്രയാണ്, 1px സോളിഡ് ആണ്. ഇത് നമ്മൾ റീലോഡ് ചെയ്തപ്പോ നമ്മുടെ ടേബിളിന് മാത്രമാണ് ബോർഡർ വന്നത്. നമുക്ക് ഇങ്ങനല്ല, ഈ ടേബിളിനകത്ത് ഹെഡിങ്ങിനായാലും അതിന്റെ ഇടയ്ക്കത്തെ റോയ്ക്കാണെങ്കിലും എല്ലാത്തിനും ടേബിൾ വരണം. അല്ലാതെ ഇവിടെ ഔട്ടറായിട്ട് ഒരു ബോർഡർ മാത്രം വന്നാൽ അത് നമുക്കൊരു ടേബിൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡിങ്ങിനും ഡേറ്റയ്ക്കും എല്ലാത്തിനും കോമൺ ആയിട്ട് വേണം നമ്മുടെ ബോർഡർ പ്രോപ്പർട്ടി കൊടുക്കാൻ. അപ്പൊ അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ നമ്മൾ ടേബിളിന് മാത്രമല്ലേ കൊടുത്തുള്ളൂ, ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഹെഡർ, അതായത് TH-നും വേണം TD-ക്കും വേണം. അപ്പൊ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ എണ്ണത്തിനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഫോമിട്ട് അത് ഏതൊക്കെ ടാഗ് ആണെന്ന് ഇവിടെ പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് റീലോഡ് ചെയ്യുമ്പോൾ ഇതാ എല്ലാത്തിനും ആ പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഇനിയിപ്പോ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ടേബിൾ ഇവിടെ ഇങ്ങനെ ഒതുങ്ങി കിടക്കാണ്, ഇതിപ്പോ ഫുൾ വിഡ്ത്തിൽ ഇങ്ങനെ വരണം എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ വിഡ്ത്ത് പ്രോപ്പർട്ടി കൊടുക്കാം. അപ്പോ വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ഉണ്ട്, അത് പെർസെന്റേജ് കൊടുത്താണ്.
ഇത്രയും മനസ്സിലായല്ലോ. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇനിയിപ്പൊ നിങ്ങൾ ടേബിളിന്റെ ബോർഡർ ശ്രദ്ധിച്ചാൽ കാണാം, ഇത് ഓരോ റോയുടെ ഇടയ്ക്കും ഡബിൾ ബോർഡർ ഉണ്ട്, ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഈ ഡബിൾ ബോർഡർ ഇഷ്ടപ്പെടുന്നില്ല, ഒരു സിംഗിൾ ലൈൻ മതി സെപ്പറേറ്റ് ചെയ്യാൻ, സിംഗിൾ ബോർഡർ മതി എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡർ കൊലാപ്സ് ചെയ്യണം. അപ്പൊ ഇവിടെ വന്നിട്ട് ബോർഡർ കൊലാപ്സ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്, ബോർഡർ കൊലാപ്സ്. അത് കൊലാപ്സ് എന്ന് കൊടുത്താൽ മതി. അപ്പൊ ഈ ഡബിൾ ബോർഡർ മാറ്റിയിട്ട് അതൊരു സിംഗിൾ ബോർഡർ വരും. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്കെല്ലാം ഡബിൾ ബോർഡർ അല്ലേ, അതായത് സിംഗിൾ ബോർഡർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞോണം ഈ ടേബിളിന് എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. ഈ ബോർഡർ ഇങ്ങനെ ബ്ലാക്ക് അല്ലാതെ എന്തെങ്കിലും ഒരു ഇൻവിസിബിൾ ബോർഡർ പോലെ കൊടുത്താൽ മതി. അതായത് ഓരോ റോയെ എടുത്ത് കാണിക്കാൻ നമുക്കൊരു കളർ കൊടുക്കാം, ബോർഡർ ഇൻവിസിബിൾ ആയിട്ട് കൊടുക്കാം. അപ്പൊ അതിനെന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വന്നിട്ട് എനിക്കിപ്പോ ഡേറ്റയ്ക്ക് മാത്രം കൊടുത്താൽ പോരെ, ടേബിളിന് ഫുൾ ആയിട്ട് കൊടുക്കണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡറിനും നമ്മുടെ ഡേറ്റയ്ക്കും കോമൺ ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. അപ്പൊ കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനൊരു ലൈറ്റ് ബ്ലൂ കൊടുക്കുകയാണ്, ലൈറ്റ് ബ്ലൂ കൊടുക്കും. ഓക്കെ. ഇനി ഇവിടെ നമുക്കിപ്പോ ബോർഡർ ഇപ്പം ഡീഫോൾട്ട് ആയിട്ട് ബ്ലാക്ക് ആണ് കിടക്കുന്നത്, അത് മാറ്റിയിട്ട് നമുക്കൊരു വൈറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ ഡീഫോൾട്ട് ആയിട്ട് ബ്ലാക്ക് തന്നെ കിടക്കട്ടെ. ഇപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുമ്പോ എങ്ങനെ വരുന്നത് കാണിക്കാം. അപ്പൊ അതാ ഇങ്ങനെ വന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഇടയ്ക്ക് ഇത് വേണ്ട, ബ്ലാക്ക് വേണ്ട, ഒരു വൈറ്റ് മതി. ഇപ്പൊ കുറച്ചുകൂടെ ഒരു ഇൻവിസിബിൾ ബോർഡറിന്റെ പ്രതീതി വരും. അപ്പൊ കാണിച്ചു തരാം. ഇത് റീലോഡ് ചെയ്യുമ്പോ ഇങ്ങനെ വന്നു. അല്ലെ ഒന്നുകൂടെ ഒരു ഇൻവിസിബിൾ ബോർഡർ കൊണ്ട് താനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കുന്നത് കാണാനും പറ്റും. മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഈ കോർണർ എല്ലാം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ടിങ് വരാതെ ഒരു റൗണ്ടഡ് കോർണേഴ്സ് വരണം. അതായത് ഈ ബോർഡേഴ്സിലൊക്കെ ഒരു റൗണ്ടഡ് കോർണർ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ബോർഡറിന്റെ റേഡിയസ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇവിടെ വന്നിട്ട് ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതൊരു ഞാനൊരു 10px കൊടുക്കുകയാണ്. അതായത് ഇങ്ങനെയല്ലേ, അതാ ഫുൾ എണ്ണത്തിനും ഇങ്ങനെ റൗണ്ടഡ് ബോർഡർ വന്നു. മനസ്സിലായല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഹെഡറിന് വേണ്ട, ഈ ഡേറ്റയ്ക്കും അതായത് ഇപ്പൊ ടേബിളിന് ഫുള്ള് വേണ്ട, ഹെഡറിനും ഈ ഡേറ്റയ്ക്കും മാത്രം മതിയെങ്കിൽ അവിടെ മാത്രം നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ടേബിളിന് അത് വരില്ല, മറ്റേ രണ്ടെണ്ണത്തിന് വരില്ല. മനസ്സിലായല്ലോ. ഇനിയിപ്പൊ നമുക്ക് ബോർഡറിന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റണം എന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈൻ, ഇപ്പം നമുക്ക് ഈ ബോർഡർ എന്ന് പറയുന്നത് ഇത് ഇടയ്ക്ക് കട്ടിങ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ അതായത് ഇപ്പൊ നമ്മള് ഓരോ ബോക്സ് വെച്ച് സെപ്പറേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നമുക്ക് ഡോട്ടഡ് ലൈൻ കൊടുക്കാം, അങ്ങനെ വെച്ച് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബോർഡർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. ബോർഡർ സ്റ്റൈലിനകത്ത് ഡാഷ്ഡ്, ഡോട്ടഡ് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് വരും. ഞാൻ ഡോട്ടഡ് കൊടുക്കുകയാണ്. ഡോട്ടഡ് കൊടുക്കുമ്പോൾ എന്ത് വരും എന്ന് കാണിക്കാം. റീലോഡ് ചെയ്യുമ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഇവിടെ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ കൊടുത്തുകൊണ്ടാണ്, ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ ഡോട്ടഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിതിപ്പോ ഒന്ന് കളർ മാറ്റി കാണിച്ചു തരാം. ഈ വൈറ്റ് അല്ലെങ്കിൽ നമുക്കൊന്ന് കളയാം. അപ്പൊ ഡീഫോൾട്ട് ആയിട്ട് ബ്ലാക്ക് വരുമല്ലോ. ഇനി ഇത് റീലോഡ് ചെയ്യുമ്പോൾ ബ്ലാക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇവിടെ ഡോട്ടഡ് ആയിട്ടാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത ലൈൻ വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ. അപ്പൊ ബോർഡർ സ്റ്റൈൽ അങ്ങനെ ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ഡോട്ടഡ് അല്ലാതെ വേറെ പലതും ഉണ്ട്. നിങ്ങളിവിടെ ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ കാണാൻ ഡബിൾ ലൈൻ ഉണ്ട്, ഹിഡൻ ഉണ്ട്, അങ്ങനെ പല രീതിയിലും കൊടുക്കാം. മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ബോർഡറിന് കളർ കൊടുക്കാം. ബോർഡറിന് വേണമെങ്കിലും പ്രത്യേകം കളർ, അതായത് ഇവിടെ നമുക്ക് ഈ സോളിഡിന്റെ കൂടെ കളർ പറഞ്ഞു കൊടുക്കാം. അതല്ലാതെ നമുക്ക് ബോർഡർ കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ വേണമെങ്കിലും നമുക്ക് എന്താ കളർ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. ഞാൻ ബ്ലൂ ആണ് കൊടുത്തത്, അതുകൊണ്ട് അക്വാമറൈൻ കൊടുത്തു കഴിഞ്ഞാൽ അറിയില്ല, വേറെ എന്തെങ്കിലും ഒരു കളർ കൊടുത്ത് കാണിക്കാം. ബ്ലൂ കൊടുക്കുകയാണ്. ഇപ്പൊ ഇത് റീലോഡ് ചെയ്യുമ്പോ ബോർഡർ കളർ അതാണ് വന്നിരിക്കുന്നത്, ബ്ലൂ ആണ്. ഡോട്ടഡ് ആയതുകൊണ്ടാണ് അത് കറക്റ്റ് ആയിട്ട് തിരിച്ചറിയാത്തത്. നിങ്ങൾ ഡോട്ടഡിന് പകരം ഡബിൾ വല്ലതും കൊടുത്താൽ കറക്റ്റ് ആയിട്ട് ആ കളർ അറിയാൻ പറ്റും. ഇപ്പൊ ഇതൊന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ കളർ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ ബോർഡർ കളർ ഇങ്ങനെ കൊടുക്കാതെ നിങ്ങൾക്ക് ഈ സോളിഡിന്റെ കൂടെ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ സോളിഡ് അല്ലാതെ വേറെ പല പ്രോപ്പർട്ടീസും ഉണ്ട്. ഇത്രയാണ് ടേബിളിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.